TSSS മേരിഗിരി മേഖലാ വാർഷിക പൊതുയോഗം രേറോം പള്ളിയിൽ വെച്ച് നടത്തി. തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ സേവന വിഭാഗമായ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി മേരിഗിരി വാർഷിക പൊതുയോഗം രേറോം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഫാദർ തെക്കേ മുറിയിലിൻ്റെ അധ്യക്ഷതയിൽ രേറോത്ത് നടന്നു. TSSന്റെ തലശ്ശേരി അതിരൂപത ഡയറക്ടർ റവറൻ ഫാദർ ലിബിൻ വരമ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഷിക പൊതുയോഗത്തിൽ വെച്ച് മേഖലയിലെ ഏറ്റവും മികച്ച യൂണിറ്റ് ഡയറക്ടറായി തിരഞ്ഞെടുത്ത രേറോം വികാരി റവറൻറ്റ് ഫാദർ ആൻ്റണി തെക്കേ മുറയിലിനെ യോഗം ആദരിച്ചു. TSSന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ റവറൻറ്റ് ഫാദർ ലൂക്കോസ് മാടശ്ശേരിയിൽ, മേഖലാ പ്രസിഡന്റ് അബ്രഹാം KJ, സിസ്റ്റർ ഷിൻ മരിയ, പ്രോഗ്രാം മാനേജർ വത്സമ്മ ടോമി, ഷാജൻ കുന്നപ്പള്ളി, റോയി പാത്തോട്ടാനിക്കൽ, ജോസ് ചാരച്ചേരിയിൽ, അജി കണ്ണേഴത്ത്, സിബി നിരപ്പേൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചും ഫറോനയിലെ വിവിധ പള്ളികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 60ഓളം പേർ വാർഷിക പൊതുയോഗത്തിൽ സാന്നിധ്യവും വഹിച്ചു. അത് ഒരു എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ഒരാളാണ്. അപ്പം അങ്ങാടിക്കടവിൽ നിന്ന് ഒരാൾ നേഴ്സിങ്ങിന് വേണ്ടി ബാംഗ്ലൂർ ചെന്നു. അവിടെ ചെന്ന് ജനറൽ നേഴ്സിങ്ങിന് വേണ്ടി അവരോട് ആദ്യം ഫീസ് പറഞ്ഞു 450 ഫീസ് പറഞ്ഞു മൊത്തം. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ 4 പേരുണ്ട്, ഫീസ് 320. കൂട്ടായ്മയോടുകൂടി അവർ 4 പേര് ഒന്നിച്ച് അഡ്മിഷൻ എടുത്തപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയാണ് അവരുടെ ഫീസിൽ മൊത്തത്തിൽ കുറഞ്ഞത്. ഇത് ഒരു ഉദാഹരണം മാത്രം. അതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ കൂട്ടായ്മയോടുകൂടി നമ്മൾ നിന്നാൽ നമുക്ക് സമൂഹത്തിൽ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പ്രതിസന്ധികളോ വലിയ വലിയ തടസ്സങ്ങളെ ഓർത്തോ അല്ലെ ചെറിയ ചെറിയ കടത്തെ ഓർത്തൊന്നുമല്ല, നമ്മൾ സജീവമായി നിൽക്കുന്നു. നമ്മൾ ഇത്രയേ ഉള്ളെങ്കിൽ ഇത് മതി. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മൾ ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കണ്ട് നമ്മുടെ കൂടെ വരും. നമ്മൾ ചെയ്യുക. ഇടവക വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല, നമ്മുടെ മെമ്പർമാരുടെ പങ്കാളിത്തവും അവരുടെ സജീവതയുമാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ TSSന്റെ ശക്തി എന്ന് പറയുന്നത് അംഗബലമാണ്. ഏറ്റവും ജനകീയ അടിത്തറ ശക്തമായിരിക്കുമ്പോഴാണ് നമ്മുടെ TSS ശക്തമായിരിക്കുക എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ മെമ്പർമാരെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടവകകൾ തോറും ഞായറാഴ്ചകളിൽ പോവുകയാണ്. ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്കറിയാം. ഈ 1 മാസത്തിനിടയ്ക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച നെടുമാലൂർ പള്ളിയിൽ പുതിയ യൂണിറ്റ് സ്ഥാപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച കീഴ്പള്ളി പള്ളിയിൽ പുതിയ യൂണിറ്റ് സ്ഥാപിച്ച് 102 മെമ്പർമാരുമായി. നെടുമാലൂർ ഏകദേശം 52-54 അങ്ങനെ അച്ഛനാണ് പോയത്. 54 യൂണിറ്റ് മെമ്പർമാരുമായിട്ട് യൂണിറ്റ് സ്ഥാപിച്ചു. അടുത്ത ഞായറാഴ്ച ഉമ്മറപ്പൊയിൽ പള്ളിയിലെ യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സജീവമായിട്ട് ഞങ്ങൾ പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ യൂണിറ്റുകളുടെ രൂപീകരണവും പുതിയ മെമ്പർമാർ നമ്മുടെ TSSലേക്ക് കയറി വരികയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ജനകീയ അടിത്തറ വിശാലമാവുകയുള്ളൂ. അങ്ങനെ ജനകീയ അടിത്തറ വിശാലമായാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷന് കൂടുതലായിട്ട് പദ്ധതികളും ഒക്കെ വിഭാവനം ചെയ്യാനും അത് ആക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയാൽ മാത്രമേ നമ്മുടെ മെമ്പർമാർക്ക് അതിൻ്റെ ഉപകാരം കിട്ടുകയുള്ളൂ. അങ്ങനെ ഉപകാരം കിട്ടുന്നത് കാണുമ്പോൾ കൂടുതൽ മെമ്പർമാർ വീണ്ടും വരും. അത് നമ്മുടെ സ്വപ്നമാണത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ആകാതിരുന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആശാകിരണം ക്യാൻസർ കെയർ പദ്ധതി, അത് നമ്മൾ ആളുകൾക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർത്തുന്നത്. ഇവിടെ എനിക്ക് വളരെ സങ്കടം തോന്നി. 10 പേരുടെ ഒരു ദിവസത്തെ അധ്വാനമാണ് നമ്മുടെ ഒരു ക്യാൻസർ കെയർ ഇത് നമ്മളവിടെ സംഘടിപ്പിക്കുന്നത്. അത് കുറേ വർഷങ്ങളായിട്ട് 10-12ഓളം വർഷങ്ങളായിട്ട് മുടങ്ങാതെ വരുന്ന ഒരു കാര്യമാണ്. 3 മാസത്തിലൊരിക്കൽ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടക്കുക. കഴിഞ്ഞ മാസം 3 പേരാണ്, ഈ 10 പേരുടെ അധ്വാനത്തിന് 3 പേരാണ് വന്നത്. ഇതേ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പിൽ നിന്ന് ഈ ആലക്കോട് RCCയുടെ കീഴിൽ നിന്ന് ഏകദേശം 12ഓളം ആളുകൾ ഈ ക്യാൻസർ ഉണ്ട് എന്ന് നേരത്തെ തിരിച്ചറിയുകയും അതിൽ ഏകദേശം 7-8 പേരോളം അതിനെ അതിജീവിക്കാനായിട്ട് ഇന്നും അവർ ലൈവായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അതിന് ഒന്നാം സ്റ്റേജിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഈ ക്യാൻസറിനെ തിരിച്ചറിയുകയും അതിനെ
ചികിത്സിച്ച് മരുന്നും ഭക്ഷണവും വ്യായാമവും കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത്രയും വലിയ ഒരു കാര്യം നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നുള്ളത് കൊണ്ട് അത് ആൾക്കാർ ഉപകാരപ്പെടുത്തുന്നില്ലല്ലോ എന്നുള്ള ഒരു വേദന. ഞാനത് ആലക്കോടുകാരോട് ചെറുപുഴ ഗ്രൂപ്പ്, ചെറുപുഴ ചിറ്റാരിക്കാടിലെ സെപ്റ്റംബർ 2-ാം തീയതി സോറി സെപ്റ്റംബർ മാസത്തിൽ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് ചിറ്റാരിക്കാലി വെച്ച് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് ആലക്കോട് വേണമെങ്കിൽ ആലക്കോട് പങ്കെടുക്കാം, ചിറ്റാരിക്കാലി വേണമെങ്കിൽ ചിറ്റാരിക്കാലി പോകാം. എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് ആലക്കോട് പോകുന്നതായിരിക്കും. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുക. നമ്മൾ ഓടി നടക്കുകയായിരിക്കും, പക്ഷെ നമ്മുടെ ക്യാൻസർ വാഹികളായിരിക്കും നമ്മൾ, ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാണിത്. അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ണൂർ ജില്ലയിലെ നബാർഡ് അനുവദിച്ച ആദ്യത്തെ ഏക ഗ്രാമദൂഖാനാണ് ആലക്കോട് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കാണുന്ന ഗ്രാമദൂഖാൻ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രാമദൂഖാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദി വാക്കാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഗ്രാമം. ദൂഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അറിയാവുന്നവർക്കറിയാം. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.